रना रना रनु रे. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുട്ടിപ്പട്ടാളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരുടെ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇടയ്ക്ക് മാത്രമാണ് ഇവരുടെ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതാ ജാനകിയാണ് ലാസ്റ്റ് വന്നിരുന്ന് കഴിച്ചത്. പുട്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഞാനതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മയെ കൂടി കൂട്ടുപിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ കാണുമ്പോൾ പറയാറുണ്ട് അതിനകത്ത് പാമ്പുണ്ടാവും, സൂക്ഷിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പാമ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന പ്രദേശത്ത് എന്തായാലും ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. നമുക്കതിൻ്റെ അകത്ത് കൂടി നടന്നു പോകാനുള്ള വഴിയുണ്ട്. ഒരുമിച്ച് ഈ ചെടികളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഒത്തിരി ഫീൽ ചെയ്യണം. നമ്മൾ നടക്കുമ്പോൾ അങ്ങനെയല്ല, അതിന് അത് ഗ്യാപ്പുണ്ട്, നമുക്ക് നടന്നു പോവാം. അപ്പോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയിഞ്ചി പറിക്കാനായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം കിട്ടിയില്ലായിരുന്നു. വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ച് കിടന്നിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇത് പറിച്ചിട്ട് ഇതിൻ്റെ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. മലയിഞ്ചിയുടെ ആ ഒരു ജ്യൂസും കറ്റാർവാഴയും ഒക്കെ ചേർത്തിട്ട് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് ഹെയർ കിടക്കും നമ്മുടെ അത് യൂസ് ചെയ്താൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. ഇനി നിറയെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ആ പൂവിൻ്റെ കളറ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കും, അത്രയേ ഉള്ളൂ. എന്നിട്ട് കറ്റാർവാഴയുടെ ആ ഒരു ജ്യൂസും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ തലയിൽ വെച്ച് ഒരു 10-20 മിനിറ്റൊക്കെ ഇരുന്നിട്ട് വാഷ് ചെയ്ത് കളയും. നല്ലൊരു ഇഞ്ചിയുടെ സ്മെല്ലാണ് കേട്ടോ നമ്മുടെ തലയ്ക്ക് മുടിക്കൊക്കെ കിട്ടുക. പക്ഷേ ഇത് 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടായിന്ന്. എന്ത് കാര്യം അങ്ങനെയാണല്ലോ, ചിലവർക്കാണത് എന്താ പറയുക യൂസ് ആവുള്ളൂ. ചിലവർക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷാമ്പു അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഞാൻ ആ ഷാമ്പു ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പൂ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചു. കുറച്ചും കൂടെ ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഭംഗിയായിട്ട് വരും. നല്ലൊരു മജന്ത കളറാണ്. കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അത്യാവശ്യം കുറച്ച് പൂവൊക്കെ കിട്ടും നമുക്കിതിൻ്റെ അകത്തുനിന്ന്. കാരണം നമ്മൾ കാണാത്ത ചില ചെടികളുടെ പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയാണ്. ചില കായകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പൂവൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ അതൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചില ഇലകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും, അതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ പൂടാറുണ്ട്. ഈ പൂ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു മഞ്ഞ കളറിലേക്ക് ഒരു കമ്മൽ ചെടി എന്നൊക്കെയാണ് പറയുക ഇവിടെ. അതൊക്കെ നിറച്ച് ഇതിനകത്തുണ്ട്. ഇനിയിപ്പം ഓണത്തിൻ്റെ സമയത്താകുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് വന്നിട്ട് അത്യാവശ്യം പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ, അത്ര ഭംഗിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നിറച്ച് പക്ഷികളുണ്ട് ഇതിനകത്ത്. നമ്മൾ കാണാത്ത പോലത്തെ പലതരം പക്ഷികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഇതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ നീലപ്പൊന്മാനുണ്ടല്ലോ, അത് നിറയെ ഉണ്ട്. ഒരു പ്രദേശം മൊത്തം നമ്മുടെ ഓണത്തിൻ്റെ പൂക്കൾ അത്യാവശ്യം നന്നായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് മുറിവൊക്കെ വരുമ്പം ഇതിൻ്റെ ഇതൊടിച്ചിട്ട് ഒരു പശ പോലെ വരും. അത് നമ്മുടെ ആ ഒരു മുറിവുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. അതിൻ്റെ ഒരു പൂ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പൂവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഈ പൂ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ ചേമ്പ് നിൽക്കണം കണ്ടത്. അത്യാവശ്യം കർക്കിടക മാസത്തിൽ ചേമ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ താളും എല്ലാം വെച്ചിട്ട് ഞാൻ ഓരോരോ റെസിപ്പീസ് ഉണ്ടാക്കി. പക്ഷേ ഇതിലേറ്റവും ഇഷ്ടമുള്ള എനിക്കൊരു കാര്യമുണ്ട്. ഈ ചേമ്പിൻ്റെ വിത്ത് കൊണ്ടൊരു മോരുകറി ഉണ്ടാക്കും. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ സ്ഥിരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒന്നാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. എനിക്ക് തോന്നുന്നു കുറേ നാൾ ഞാൻ വീട്ടിൽ നിൽക്കാതെ ഹോസ്റ്റലിലും ടൗൺ ആണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ നാട്ടിൻ പ്രദേശത്ത് ഇതുപോലെ ഗ്രാമത്തിലൊക്കെ വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇതുപോലത്തെ കറികളൊക്കെ. അപ്പോൾ അമ്മ കുറച്ച് ഇതിൻ്റെ ചേമ്പ് പറിച്ചു തന്നു. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ ചേമ്പാണ്, 2 ടൈപ്പ് ചേമ്പുണ്ട്. ഇത് ചെറിയ ചേമ്പും പിന്നെ വേറൊന്നുണ്ട് കേട്ടോ വലിയ ചേമ്പ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു മോരുകറി തയ്യാറാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ട് ഞാനത് കുക്കറിൽ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ചേമ്പ് അവിടെ വെന്ത് കിട്ടും. ഇപ്പോൾ അവിടെയൊക്കെ പോയി വന്നതുകൊണ്ട് കുറച്ച് താമസിച്ചു കേട്ടോ. സമയം ഏതാണ്ട് 12 മണിയൊക്കെ ആവാറായി. ഇതാണ് ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകൽ കുറവാണ് കേട്ടോ. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ.
അതുകൊണ്ട് ഇന്ന് തുടയ്ക്കലൊന്നും വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരുക മാത്രമാണ് ചെയ്തത്. കാരണം അത്ര ലേറ്റായി സമയം. അപ്പോൾ നമ്മളിങ്ങനെയാണ് ജോലികൾ എന്തെങ്കിലും ഒരു ഓർഡർ തെറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ നമ്മൾ ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കുക്കർ ഇതാ അവിടെ വിസിൽ കേട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ചിട്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് ഓടി പോണത്. അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് വെന്ത് കിട്ടിയിട്ടോ. അപ്പോൾ അധികം വിസിൽ കേൾപ്പിക്കരുത്, 1-2 വിസിൽ അത്രയും കേൾപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ചേമ്പുണ്ടല്ലോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെ വെച്ചാൽ നമ്മുടെ കറി കാണാനും കഴിക്കാനും ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അതിനകത്തേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരവും ജീരകവും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മോരുകറിക്ക് നമ്മൾ അരയ്ക്കുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്. അതുമാത്രമല്ല നന്നായിട്ട് അരച്ച് കിട്ടുകയും വേണം. അങ്ങനെയാവുമ്പോഴാണ് നമ്മുടെ മോരുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലുള്ള നാടൻ കറികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ കറികൾ തയ്യാറാക്കുമ്പം അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കാരണം പണ്ട് ഇതുപോലെയായിരുന്നു ചേന ചേമ്പ് ഇതൊക്കെ ഒരു മോരുകറിയാണ്, ഒഴിച്ചുകറി എന്നും പറഞ്ഞിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മൾ ഈ കറികളൊന്നും അധികം കൂട്ടാതായത്. ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ കുറച്ച് നാളായിട്ട് വന്ന് നിന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കിതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ചേമ്പ് വെന്തതാണ്, എന്നാലും ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതല്ലേ, ഒരു 4-5 മിനിറ്റ് അത്രയും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് ആ വെള്ളമൊക്കെ കറക്റ്റ് ഇതുപോലെ വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒരുപാട് വെള്ളത്തിലല്ല ഞാൻ എടുക്കുന്നത്, എന്നാലും അത്യാവശ്യം ഒരു ഒഴിച്ചുകറിയല്ലേ ആ ഒരു രീതിയിലാണ് എടുക്കണേ. കാളനൊന്നും തയ്യാറാക്കുന്നത് പോലെയല്ല കേട്ടോ, കുറച്ചൊരു വെള്ളത്തിലെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. അതിനുശേഷം ചേർത്ത് കൊടുത്തത് തൈരാണ്. അപ്പോൾ തൈര് എടുക്കുമ്പോഴും അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കുക. ഒരു ബൗള് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒന്നാമത് ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഈ ചേമ്പ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല, കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇപ്പം മിക്ക പച്ചക്കറി കടകളിലും ഈ ചേമ്പ് വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചേമ്പും വലിയ ചേമ്പും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചേമ്പ് എടുക്കണം. എന്താ പറയുക, ഇങ്ങനെ ഉരുണ്ടിരിക്കും, അതാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം ഇതിനു മുൻപ് ഞാൻ കുറേ നാൾ മുമ്പിട്ട് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് പറഞ്ഞിരുന്നു ഇത് കഴിച്ചിട്ടില്ല, ഇത് കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞിട്ടുള്ളവരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് വേവിക്കുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വിസിൽ കേൾപ്പിക്കരുത്, 1-2 വിസിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഇത് കിട്ടണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കറിയിലേക്ക് ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അത്രയും കടുക് എടുത്തിട്ടുണ്ട്. ആ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. മോരുകറിക്കൊക്കെ ഉലുവയും കൂടി ചേർക്കുമ്പോൾ നല്ല മണമായിരിക്കും, കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. അല്ലെങ്കിൽ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഒരു 3-4 വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഈ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ കറിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ മീൻ വറുത്തത് അല്ലെങ്കിൽ ഓംലേറ്റ് ആയാലും മതി കേട്ടോ, അടിപൊളിയായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും കഴിക്കണില്ല. കാരണം ഞാൻ ഇന്ന് വെജാണ് കേട്ടോ കഴിക്കണത്. മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിക്കണില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ച് നേരം 1 മണിക്കൂർ ഇരുന്നപ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മോരുകറിയൊക്കെ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ചൂടോടുകൂടി കഴിക്കണേക്കാളും ടേസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്, അപ്പോഴാണ് കുറുകി നല്ല പാകമായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തരി ചോറും നാടൻ ചേമ്പ് മോരൊഴിച്ച് കൂട്ടാനും പിന്നെ ചീരത്തോരനാണ് കേട്ടോ വെച്ചത്. ഞാൻ ഇലത്തോരൻ ഡെയിലി എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്, ഒരു നാടൻ ലഞ്ച്, സിമ്പിൾ ലഞ്ച്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.